കള്ളപ്രവാചകരുടെ പേരെടുത്തു പറഞ്ഞ് തനിനിറം തുറന്നു കാട്ടുക എന്നത് പുതിയ നിയമ രീതിയാണ്. തെറ്റിൽ വസിച്ച് രസിക്കുന്നവരോട് ചേർന്ന് നിൽക്കുന്നതും തിരുത്താത്തതും കാപഠ്യമാണ്. ചിലർ തിരുത്തുവാൻ തയ്യാറാകുന്നില്ല. അത്തരം മുഖസ്തുതിക്കാരെ നാം സൂക്ഷിക്കണം. തെറ്റു തിരുത്താതിരിക്കുന്നതും അസത്യത്തിൻ്റെ നേരെ മൗനം പാലിക്കുന്നതും അവയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും സത്യത്തോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തെക്കാളും ദൈവവചനത്തെക്കാളും നീതിമാനായി സ്വയം അവതരിപ്പിക്കാനുള്ള ശ്രമവും സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമവും കാപഠ്യവും എല്ലാം അതിലുണ്ട്. എന്നാൽ തെറ്റ് തിരുത്തുവാൻ ചിലർ തയ്യാറാകുന്നില്ല. അത്തരം മുഖസ്തുതിക്കാരെയും കാപഠ്യക്കാരെയും നാം സൂക്ഷിക്കണം. തെറ്റു തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അധികാരികളോട് ചേർന്ന് നിൽക്കുന്ന അനേകരെ നാം ഇന്ന് സഭകളിൽ കാണുന്നുണ്ട്. അധികാരി തെറ്റുകാരാണ്, അത് രഹസ്യമായിട്ട് മറ്റുള്ളവരോട് പറയും. പക്ഷേ അധികാരിയോട് പറയുവാൻ ധൈര്യം കാണിക്കുന്നില്ല. അത് കാപഠ്യമാണ്. നാം സമൂഹത്തിലെ പദവിയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ബൗദ്ധികമായ സത്യസന്ധതയ്ക്കും സത്യത്തോടുള്ള പ്രതിബദ്ധതയ്ക്കുമാണ്. എന്നാൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള വ്യഗ്രതയുള്ളത് കൊണ്ട് പലരും മറ്റുള്ളവരെ തിരുത്തുവാൻ തുനിയാറില്ല. ഒരു കപടന് മറ്റ് കപടന്മാരെ ചോദ്യം ചെയ്യുവാൻ കഴിയില്ല. കാരണം അവരെല്ലാം ഒരു കൂട്ടത്തിൽപ്പെടുന്നവരാണ്. തെറ്റ് കാണുമ്പോൾ ശാസിക്കാതിരിക്കുന്നതും തിരുത്താതിരിക്കുന്നതും മുഖസ്തുതി പറയുന്നതിനോട് തുല്യമാണ്. നാം മുഖസ്തുതിക്കാരെ സൂക്ഷിക്കണം. മുഖസ്തുതി പറഞ്ഞ് പുകഴ്ത്തുന്നത് അപകടകരമാണ്. ഒരു വ്യക്തിയെ പുകഴ്ത്തുന്നത് വാസ്തവത്തിൽ ആ വ്യക്തിയോട് ചെയ്യുന്ന വലിയ ഉപദ്രവമാണ്. കാരണം പുകഴ്ത്തപ്പെടുന്ന വ്യക്തിയിൽ അഹങ്കാരം വളരുവാൻ അത് കാരണമായിത്തീരുന്നു. പുകഴ്ത്തുന്ന ആളുടെ പ്രധാന ഉദ്ദേശം സ്വാർത്ഥലാഭമാണ്. പുകഴ്ച സ്വീകരിക്കുന്ന ആൾ അതുകൊണ്ട് നേട്ടമുണ്ടാക്കുകയല്ല, വഞ്ചിക്കപ്പെടുകയാണ്, നശിക്കുകയാണ് ചെയ്യുന്നത്. മുഖസ്തുതി പറയുന്ന അധരങ്ങൾ നാശം വിതയ്ക്കും എന്നാണ് സദൃശ്യവാക്യങ്ങളിൽ നാം വായിക്കുന്നത്. മുഖസ്തുതി പറയുന്നവൻ തൻ്റെ അയൽക്കാരൻ്റെ പാദങ്ങൾക്ക് വല വിരിച്ച് കെണിയൊരുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടത്തിൽ നിന്ന് മുഖസ്തുതി പറഞ്ഞ് അവൻ്റെ തെറ്റുകൾ, കൂട്ടുകാരൻ്റെ തെറ്റുകൾ തിരുത്താതിരിക്കുന്നവൻ ഒന്നാം തരം വഞ്ചകനാണ്, കൂട്ടുകാരൻ്റെ പാദങ്ങൾക്ക് വല വിരിക്കുന്ന ദുഷ്ടനാണ് എന്നാണ് വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തെറ്റു തിരുത്താതിരിക്കുന്നതും അസത്യത്തിൻ്റെ നേരെ മൗനം പാലിക്കുന്നതും അവയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും സത്യത്തോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തെക്കാളും ദൈവവചനത്തെക്കാളും നീതിമാനായി സ്വയം അവതരിപ്പിക്കാനുള്ള ശ്രമവും സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമവും കാപഠ്യവുമെല്ലാം ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇത്തരക്കാരെ നാം സൂക്ഷിക്കണം. നാം അങ്ങനെയാകരുത്. നാം തെറ്റുകളെ കണ്ടില്ലെന്ന് നടിച്ചാൽ അവ അതിവേഗം പടരും. വഞ്ചനകളെപ്പറ്റി ആകുലപ്പെടാതെ എല്ലാം ദൈവം ചെയ്തുകൊള്ളുമെന്ന് ചിന്തിക്കാനാണെങ്കിൽ പിന്നെ ദൈവവേലക്കാരുടെ ജോലി എന്താണ്? എന്നാൽ തിരുത്തലുകൾ നാശകരമായ വിമർശനങ്ങളായി തീരാതിരിക്കുവാൻ നാം കഴിവതും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കത്തി നല്ല കാര്യത്തിനായും മോശമായ കാര്യത്തിനായും ഉപയോഗിക്കാം. വ്യക്തിപരവും തെറ്റായ രീതിയിലുമുള്ള വിമർശനത്തിൻ്റെ ഫലമായി ചിലപ്പോൾ ചിലർ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അവർ അർഹിക്കാത്ത മുറിവുകൾ അവർക്കുണ്ടാകുന്നു. അവരുടെ ശുശ്രൂഷ പൂർണ്ണമായും തടസ്സപ്പെടുന്നു. അധർമ്മി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കും എന്ന് സുഭാഷിതങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളെയും മറ്റുള്ളവരെയും തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പോലും ഉത്തമമല്ലാത്ത രീതിയിൽ തെളിവുകളെയും ബുദ്ധിയെയും ബൈബിളിനെയും ഉപയോഗിച്ചാൽ ഇത്തരം തെറ്റുകൾ പറ്റാവുന്നതാണ്. അതുകൊണ്ട് തിരുത്തലുകൾ സ്നേഹത്തോടെയും പ്രാർത്ഥനാപൂർവവുമായിരിക്കുവാൻ നാം വളരെ ശ്രദ്ധിക്കണം. തെറ്റുകൾ കണ്ടുപിടിക്കുവാനും വെളിപ്പെടുത്തുവാനും എളുപ്പമല്ല. തിരുത്തലുകൾ ഒരു സർജറി പോലെയാണ്. അത് ശരിയായി ചെയ്തില്ലെങ്കിൽ അപകടമാണ്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് പൊതുവെ ആർക്കും ഇഷ്ടമല്ല. തങ്ങളുടെ തെറ്റുകൾ ആരെങ്കിലും തിരുത്തുമ്പോൾ ഏതാണ്ട് എല്ലാ മനുഷ്യരും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. പലപ്പോഴും നാം ആളുകളുടെ തനിനിറം വെളിച്ചത്ത് കൊണ്ടുവരുമ്പോൾ അവർ കോപിക്കുന്നു. തെറ്റു തിരുത്താൻ ശ്രമിച്ചാൽ ആളുകൾ നമുക്കെതിരായി തിരിയാനുള്ള സാധ്യതയുണ്ട്.
കാരണം സത്യത്തെ ക്രൂശിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. യേശു നിയമജ്ഞരെയും ഫരിസേയരെയും നിശ്ചിതമായി വിമർശിച്ചു. അവർ യേശുവിനെ നശിപ്പിക്കുവാൻ ആലോചിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തെറ്റു നിറഞ്ഞ ഈ ലോകത്തിൽ നാം ശരിയായത് ചെയ്താൽ പോലും ഈ ലോകം അതിനെ തെറ്റെന്ന് കണക്കാക്കി നമ്മെ പീഡിപ്പിക്കുമെന്ന് നമുക്കറിയാം. തെറ്റു നിറഞ്ഞ ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ തെറ്റ് കണ്ടുപിടിക്കാനും വെളിപ്പെടുത്താനും വളരെയധികം പരിശ്രമം, ഡെലിബറേറ്റ് ആയിട്ടുള്ള എഫർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് ഒട്ടകത്തെ വിഴുങ്ങിയിട്ട് കൊതുകിനെ അരിച്ചു നീക്കുന്ന തന്ത്രം അങ്ങേയറ്റം കാപട്യമാണ്. ചെറിയതും നിസ്സാരവുമായ കാര്യങ്ങളിൽ അങ്ങേയറ്റം സത്യസന്ധത നടിച്ചിട്ട് വലിയ വലിയ കാര്യങ്ങളിൽ വൻ തട്ടിപ്പ് നടത്തുന്ന വലിയ കൊള്ളക്കാരും ആത്മീയത്തിൽ ധാരാളമുണ്ട്. അത്തരക്കാരെ വളരെ സൂക്ഷിക്കണം. പുറത്തെറിഞ്ഞു കളയേണ്ടവരെ ചുമക്കുന്ന കാപട്യവും അവസരവാദവും സഭയ്ക്ക് വളരെ അപകടകരമാണ്. കള്ളനെ പിടിക്കാൻ പേടിയായതുകൊണ്ട് കെട്ടിയവനെ പിടിച്ച് കള്ളനാക്കുന്ന പ്രവണത ശരിയല്ല. അത് സമൂഹത്തിൽ പലപ്പോഴും നാം കാണാറുണ്ട്. സഭകളിൽ അങ്ങനെയല്ല. വലിയ കള്ളനെ ആദ്യം പിടിക്കണം. പാപം ചെയ്യാത്തവരെ കല്ലെറിഞ്ഞ് രസിക്കുന്നതും ശരിയല്ല. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കേട്ട ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ്റെ സന്നിധിയിൽ പരീശരുടെ കരം ബലപ്പെട്ടിരിക്കുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. വിമർശിക്കുന്നതിന് മുമ്പ് വ്യക്തിയെയും വിഷയത്തെയും സാമാന്യമായി നാം പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതും ആവശ്യമാണ്. വിമർശനവും തിരുത്തലും ദൈവവചനത്തിൻ്റെ കണ്ണാടിയിൽ കൂടി നോക്കിക്കാണണം. വ്യക്തിവിരോധം മൂലമുള്ള ദുഷിക്കലും പഴിപറച്ചിലും തരം താഴ്ന്ന വിമർശനമാണ്, തിന്മയാണ്. വിമർശനവും തിരുത്തലും ദുഷിക്കലും പഴിപറച്ചിലുമെല്ലാം തമ്മിൽ വേർതിരിച്ച് നാം മനസ്സിലാക്കണം. ഏതു മേഖലയിലായാലും തെറ്റും ശരിയും നാം വേർതിരിച്ച് വ്യക്തമാക്കണം. സത്യമായതിനെയും ശരിയായതിനെയും അടിസ്ഥാനരഹിതമായും സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തിയും എതിർക്കുന്നതിനെ വിമർശനമെന്ന് വിളിക്കാം. ഇത് തെറ്റായ കാര്യമാണ്. എന്നാൽ സത്യവിരുദ്ധമായ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും നിലപാടുകളെയും പ്രവർത്തനങ്ങളെയും പ്രസ്താവനകളെയും ഒക്കെ എതിർക്കുന്നത് തെറ്റായ വിമർശനമായി നാം കാണരുത്. അതിനെ ഒരു തിരുത്തൽ നടപടിയായി നാം കാണണം. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും എല്ലാ മേഖലകളിലും തിരുത്തൽ ആവശ്യമായി വരികയും ചെയ്യും. എന്നാൽ തെറ്റായ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും അപകടമാണ്, അനാരോഗ്യമാണ്. തിരുത്തലുകൾ നാശകരമായ വിമർശനങ്ങളാകാതിരിക്കുവാൻ നാം കഴിവതും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കത്തി നല്ല കാര്യത്തിനായും മോശമായ കാര്യത്തിനായും ഉപയോഗിക്കാം. വ്യക്തിപരവും തെറ്റായ രീതിയിലുമുള്ള വിമർശനത്തിൻ്റെ ഫലമായി ചിലപ്പോൾ ചിലർ തെറ്റിദ്ധരിക്കപ്പെടും. അവർ അർഹിക്കാത്ത മുറിവുകൾ അവർക്കുണ്ടാകും. അവരുടെ ശുശ്രൂഷ പൂർണ്ണമായും തടസ്സപ്പെടും. അധർമ്മി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കുമെന്ന സുഭാഷിതങ്ങളിൽ നാം കണ്ടു. അതുപോലെ തന്നെ പ്രയോജനമുള്ള തിരുത്തലുകളും വിശകലനങ്ങളും ഉൾക്കൊള്ളുവാൻ നമുക്കും കഴിയണം. ക്ഷമയും സഹിഷ്ണുതയും താഴ്മയുമുള്ള ദൈവമക്കളായ ശുശ്രൂഷകർക്ക് കടുത്ത വിമർശനം പോലും തിരുത്തലിനുള്ള വിശകലനമായും ദൈവിക മുഖാന്തരമായും കണ്ട് അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല ഹൃദയമുണ്ടായിരിക്കണം. തിരുത്തൽ പലരും ഇഷ്ടപ്പെടാറില്ലെങ്കിലും ബുദ്ധിയുള്ളവർക്ക് അത് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. തിരുത്തലുകളെ ഉൾക്കൊള്ളുമ്പോൾ അവർ അടുത്ത ഒരു ലെവലിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റ് തിരുത്തുന്നത് സ്നേഹത്തോടും പക്വതയോടും കൂടിയായിരിക്കണം. അനുസരണക്കേട് കാണിക്കുന്നവരെ ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കുകയാണ് വേണ്ടത്. തെറ്റ് കണ്ടുപിടിക്കാനും വെളിപ്പെടുത്തുവാനും എളുപ്പമല്ല. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് പൊതുവെ ആർക്കും ഇഷ്ടവുമല്ല. യേശു നിയമജ്ഞരെയും പരിസേയരെയും നിശിതമായി വിമർശിച്ചപ്പോൾ അവർ യേശുവിനെ നശിപ്പിക്കുവാൻ ആലോചിച്ചു. അതുകൊണ്ട് തെറ്റു നിറഞ്ഞ ഈ ലോകത്തിൽ നാം ശരിയായത് ചെയ്താൽ, തെറ്റുകൾ തിരുത്തുവാൻ ശ്രമിച്ചാൽ ഈ ലോകം നമുക്കെതിരെ തിരിയും. അപ്പോൾ തെറ്റുകൾ തിരുത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൃത്യമായി നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്.
നമ്മുടെ വ്യക്തിപരമായ അഭിരുചികൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കരുത്. എല്ലാത്തിനും അവ അർഹിക്കുന്ന പ്രാധാന്യം മാത്രമേ നാം കൊടുക്കാവൂ. വലുതിനെ ചെറുതാക്കുകയോ ചെറുതിനെ വലുതാക്കുകയോ ചെയ്യരുത്. ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകനെ അരിച്ചു നീക്കുകയും ചെയ്യുന്നവരാകരുത്. സ്വയം തിരുത്തിയതിനു ശേഷം മറ്റുള്ളവരെ തിരുത്തുന്നതാണ് നല്ലത്. അനാവശ്യമായ വിമർശനം അപകടം തന്നെയാണ്. മാത്രമല്ല, അർഹതയുള്ളവർക്ക് തിരുത്തലുകൾ നൽകാവൂ. അത് സഭയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. പക്ഷേ പൂർണ്ണനായതിനു ശേഷം ആർക്കും ആരെയും തിരുത്തുവാനും കഴിയില്ല എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. തിരുത്തുന്നതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി സ്നേഹമായിരിക്കണം. നാം ആദ്യമേ ആ വ്യക്തിയെ സ്നേഹിക്കണം. എങ്കിലേ ആ വ്യക്തിയെ തിരുത്താനുള്ള അവകാശം നമുക്കുള്ളൂ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ തിരുത്തി നാം ദൈവത്തിനെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ താല്പര്യം വ്യക്തിയിലാണ്, അല്ലാതെ അയാളുടെ പാപത്തിലല്ല. നാമും അങ്ങനെ തന്നെ ആയിരിക്കണം. പൗലോസ് പത്രോസിനെയും ഗലാത്യക്കാരെയും കൊറിന്തോസുകാരെയും ഒക്കെ ശാസിച്ചു, പക്ഷേ കുറ്റം വിധിച്ചില്ല. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ദുഷിക്കുകയും പഴി പറയുകയും ചെയ്യുന്നത് സാത്താൻ്റെ സ്വഭാവമാണ് എന്നും നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളിൽ, അത്യാവശ്യ കാര്യങ്ങളിൽ നാം തിരുത്താനും വിമർശനങ്ങൾ നടത്തുവാനും കഴിവുള്ളവരായിരിക്കണം. പക്ഷേ അത് നമ്മുടെ ഒരു തൊഴിലാക്കുവാൻ പാടില്ല. അപ്പോൾ തിരുത്താനും വിമർശിക്കാനുമൊക്കെ നാം യേശുവും അപ്പസ്തോലന്മാരും കാണിച്ച മാതൃകയാണ് സ്വീകരിക്കേണ്ടത്. ദൈവത്തിൻ്റെ പേരിൽ നടന്ന തെറ്റുകൾക്ക് നേരെ മൗനമായിരുന്ന ദൈവദാസന്മാരോ പ്രവാചകന്മാരോ ബൈബിളിലില്ല. കാരണം ജനങ്ങൾ തെറ്റായവയെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുക എന്നത് ദൈവവേലയ്ക്ക് ആവശ്യമാണ്. തെറ്റും ശരിയും സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ പരാജയപ്പെടുന്നതാണ് പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. തെറ്റും ശരിയും സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള അടിസ്ഥാനം ദൈവവചനമാണ്, യേശു ക്രിസ്തുവാണ്. ദൈവാലയ ശുദ്ധീകരണം നടത്തിയ യേശുവിൻ്റെ മനോഭാവം നാം ഇത്തരുണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാലയത്തെ പുരോഹിതവർഗം വരുമാന മാർഗമായി ഉപയോഗിച്ചപ്പോൾ യേശു അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. അവർ ലോകത്തിൻ്റെ സ്നേഹിതരായി ദൈവത്തിൻ്റെ ശത്രുക്കളായി തീർന്നിരുന്നു. ദൈവത്തിൻ്റെ ശത്രുക്കളായ ഇത്തരം കാപട്യക്കാരുമായി സഹകരണം പാടില്ല എന്ന് യേശു സ്വന്തം മാതൃകയിലൂടെ നമുക്ക് കാണിച്ചു തന്നു. നാം നമ്മുടെ ശത്രുക്കളോടാണ് ക്ഷമിക്കേണ്ടത്, ദൈവത്തിൻ്റെ ശത്രുവിനോടല്ല. തെറ്റിനോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ ആലയമായ സഭയെ കച്ചവട സ്ഥലമാക്കുന്നവരെ അടിച്ചോടിക്കുക. ദൈവാലയ ശുദ്ധീകരണം നടത്തിയ യേശുവിൻ്റെ മനോഭാവം അതായിരുന്നു. ദൈവാലയത്തെ അല്ലെങ്കിൽ സഭയെ പുരോഹിതവർഗം വരുമാന മാർഗമായി ഉപയോഗിച്ചപ്പോൾ യേശു ശക്തമായി പ്രതികരിച്ചു. ഇന്ന് സഭയെ വരുമാന മാർഗത്തിനായി ദുരുപയോഗിക്കുന്ന ദൈവദാസന്മാരെന്ന് അഭിനയിക്കുന്ന ദ്രവ്യദാസന്മാർക്കെതിരെ പ്രതികരിക്കുവാനുള്ള ഒരു ആത്മീയമായ ഉത്തരവാദിത്വം ഓരോ വിശ്വാസികളുടെ മേലുമുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം അവർ ലോകത്തിൻ്റെ സ്നേഹിതരായി ദൈവത്തിൻ്റെ ശത്രുക്കളായി തീർന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ശത്രുക്കളായ ഇത്തരം കാപട്യക്കാരുമായി സഹകരണം പാടില്ല എന്ന് യേശു സ്വന്തം മാതൃകയിലൂടെ നമുക്ക് കാണിച്ചു തന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം എന്നാണ് യേശു പറഞ്ഞത്. വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നുവെങ്കിലും അകമേയോ കാപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരാണ് എന്നാണ് അന്നത്തെ നേതാക്കളെ പറ്റി യേശു പറഞ്ഞത്. അത് ഇന്നും ഏതാണ്ട് ഒത്തിരിക്കുന്നു. അത്തരം സാത്താൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ യേശു വന്നു.
അപ്പോൾ കള്ളപ്രവാചകന്മാരെ അവരുടെ ഫലം മനസ്സിലാക്കി വിശകലനം ചെയ്ത് സൂക്ഷിച്ചു കൊള്ളണമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുതെന്നും ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കണമെന്നും ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മീയ പരിവേഷമണിഞ്ഞ് വരുന്നവർ പറയുന്നതെല്ലാം, അവരിലൂടെ വ്യാപരിക്കുന്ന ആത്മീയ ശക്തികളെല്ലാം ദൈവാത്മാവിൻ്റേതായിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് തിരിച്ചറിഞ്ഞ് അവരെ പരിശോധിച്ച് മാറ്റി നിർത്തണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ചെന്നായി ആടിൻ്റെ വേഷത്തിൽ വരുമ്പോൾ ഒരു ഇടയൻ, ശരിയായ ഒരു ഇടയൻ മൗനമായിരിക്കുവാൻ പാടില്ല. ക്രിസ്തു അന്നത്തെ നേതാക്കളുടെ തെറ്റുകളെ പരസ്യമായി എതിർത്തു. അവരുടെ കാപട്യത്തിനെതിരെ ജാഗ്രത പാലിക്കുവാൻ യേശു ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. യേശു അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ യേശു അവരുടെ തെറ്റുകളെ അംഗീകരിച്ചു എന്ന് വരുമായിരുന്നു. ഫരിസേയരുടെയും സദൂക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവാൻ, അവരുടെ ദുഷ്ടമായ തെറ്റായ പ്രബോധനത്തെ സൂക്ഷിച്ചു കൊള്ളുവാൻ യേശു ജനങ്ങൾക്ക് താക്കീത് കൊടുത്തു. അപ്പോൾ കാപട്യക്കാരെ നിശബ്ദരാക്കുകയും നിർദാക്ഷിണ്യം ശാസിക്കുകയും വേണമെന്നാണ് പൗലോസും ഉപദേശിച്ചിട്ടുള്ളത്. പത്രോസിനെ തിരുത്തിയ പൗലോസിൻ്റെ മാതൃകയും നമുക്ക് അനുകരണ യോഗ്യമാണ്. പൗലോസ് അസത്യവാദങ്ങളെ പേരെടുത്തു പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്ത് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. പൗലോസ് 1 തിമോത്തി 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം, ചില ആളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ചു കളയുന്നു. ഹ്യുമനിയോസും അലക്സാണ്ടറും അക്കൂട്ടത്തിൽപ്പെടുന്നു. അപ്പോൾ പേരെടുത്തു പറഞ്ഞ് പൗലോസ് മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ട് കാണുന്നു. ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. 2 തിമോഥെയോസിലും പൗലോസ് ഈ രീതിയിൽ തന്നെ എഴുതുന്നുണ്ട്. അവിടെ പറയുന്നത് ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. അപ്പോൾ പ്രസംഗങ്ങളിലൊക്കെ വ്യർത്ഥഭാഷണങ്ങളും തമാശകളുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ രസിപ്പിക്കുന്ന രീതിയിലുള്ള ഇന്നത്തെ പ്രവണതകളൊക്കെ തെറ്റാണ്. അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കുന്നു. ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ് ഹ്യുമനിയോസും ഫിലാത്തോസും. പുനരുത്ഥാനം സംഭവിച്ചു കഴിഞ്ഞു എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ചിലരുടെ വിശ്വാസത്തെ അവർ തകിടം മറിച്ചു കളഞ്ഞു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. അപ്പോൾ കൃത്യമായ വചന സത്യങ്ങളെ പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ഫലിതങ്ങളും തമാശകളും അപ്രസക്തമായ കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് സമയം തുലച്ച് ആ മീറ്റിങ്ങുകൾ, ആത്മീയ മീറ്റിങ്ങുകളെല്ലാം അവതാളത്തിലാക്കുന്ന ഇന്നത്തെ അനാത്മീയമായ പ്രവണത തിരിച്ചറിയുവാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ ദൈവദാസരെന്ന് ചമയുന്ന കാപട്യക്കാരുടെ തനിനിറം തുറന്നു കാണിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കള്ളപ്രവാചകന്മാരെയും ദുരുപദേശക്കാരെയും അഴിമതിക്കാരെയും പേരെടുത്ത് പറഞ്ഞ് തനിനിറം തുറന്നു കാട്ടുക എന്നത് വചനം കൽപ്പിക്കുന്ന ഒരു സത്യം തന്നെയാണ്. കള്ളപ്രവാചകരുടെ പേരെടുത്ത് പറഞ്ഞ് തനിനിറം തുറന്നു കാട്ടുക എന്നുള്ളത് പുതിയ നിയമത്തിൻ്റെ രീതിയാണ്. മനുഷ്യരെ വഞ്ചിക്കുന്നത് നിർത്താനും വഞ്ചകർക്ക് മുന്നറിയിപ്പായും പലർക്കും മാനസാന്തരത്തിന് മുഖാന്തരമായും ഇത് സഹായിക്കും. ശേഷമുള്ളവർക്കും ഭയത്തിനായി പാപം ചെയ്യുന്നവരെ എല്ലാവരും കേൾക്കെ ശാസിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം 1 തിമോഥെയോസിൽ വെളിപ്പെട്ടു നിൽക്കുന്നു. സാത്താൻ്റെ പ്രവർത്തനത്തെ അകറ്റി നിർത്താനും സഭയുടെ മാന്യത കാത്തു സൂക്ഷിക്കാനും ദൈവമഹത്വം ഉയർത്താനും ദൈവവചനം അനുസരിക്കാനും ഇത് കാരണമായി തീരും. പൗലോസിൻ്റെ മാതൃക അനുകരണ യോഗ്യമാണ്. പത്രോസിൻ്റെ ചില രീതികളെ പോലും അദ്ദേഹം ശകാരിച്ചിട്ടുണ്ട്. പൗലോസ് അസത്യവാദികളെ പേരെടുത്ത് പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാതൃകയാണ്. ദേമാസ്, ഫിലാത്തോസ്, ഹുമാനിയോസ്, അലക്സാണ്ടർ എന്നിവർ അക്കൂട്ടത്തിൽ പെടുന്നു എന്ന് തിമോഥെയോസിൻ്റെ ലേഖനത്തിലുണ്ട്. ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും.
അപ്പോൾ അങ്ങനെയുള്ള ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്ന് തിന്നുന്ന വ്രണം പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ ദിയോത്രഫോസിനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ്റെ ലേഖനത്തിൽ. മോശയും പത്രോസും യൂദായും ബാലാമിനെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെറ്റായ ഉപദേശം, കള്ളപ്രവാചകന്മാരെ പേരെടുത്ത് പറയുന്നതിൽ തെറ്റില്ല.